ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് GNM നഴ്സിംഗ് വേഴ്സസ് BSc നഴ്സിംഗ്, ഇതിൽ രണ്ടിലും ഏതാണ് മികച്ച കോഴ്സ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് GNM നഴ്സിംഗ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ അതിൽ തന്നെ BSc നഴ്സിംഗിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പത്തെ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. +2 കഴിഞ്ഞതിന് ശേഷം GNM നഴ്സിംഗോ BSc നഴ്സിംഗോ അല്ലെങ്കിൽ നഴ്സിംഗ് കരിയർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മാത്രമല്ല, ഇതേ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മറക്കാതെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിൽ ജോയിൻ കൂടി ചെയ്യുക. ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു കരിയറാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഹോസ്പിറ്റൽസും രോഗങ്ങളും ഉള്ളിടത്തോളം കാലം നഴ്സിംഗ് കരിയറും ഉറപ്പായിട്ടും കാണും. ഏകദേശം ഒരു ഡോക്ടർ ലെവലോളം തന്നെ പഠിക്കേണ്ട ഒരു കോഴ്സാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനോളം പ്രാധാന്യമുള്ള ഒരു കരിയർ കൂടിയാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അതിന് ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് ജോലി സാധ്യതകളും, അതായത് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഹൈ പെയ്ഡായിട്ട് തന്നെ കിട്ടുന്ന ഒരു കാറ്റഗറി കൂടിയാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. ഇനി നഴ്സിംഗിൽ തന്നെ പലതരത്തിലുള്ള നഴ്സിംഗുകളുണ്ട്. അതിൽ രണ്ടെണ്ണമാണ് GNM നഴ്സിംഗ് ആൻഡ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും കുട്ടികൾ ഒരു +2 കഴിഞ്ഞതിന് ശേഷം ഒരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവർ കേട്ടിട്ടുള്ളതായിരിക്കാം BSc നഴ്സിംഗ്, GNM നഴ്സിംഗ്. എന്നാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് വേണ്ട കോഴ്സ് ഏതാണെന്ന് ചൂസ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുക. BSc നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു 4 വർഷത്തെ പ്രൊഫഷണൽ കോഴ്സാണ്. ഇവിടെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ആവശ്യമായിട്ട് വരുന്നില്ല. തിയറിക്ക് വളരെയധികം ഫോക്കസ് കൊടുത്ത് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് +2 ബയോളജി സയൻസിൽ 50% കുറയാതെ മാർക്ക് ഉണ്ടായിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ സബ്ജക്റ്റുകളിൽ ഇൻഡിവിജ്വലായിട്ട് ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് 50% കുറയാത്ത മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ BSc നഴ്സിംഗിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആവുകയുള്ളൂ. മാത്രമല്ല, ഇവിടെ അസൈൻമെന്റ്സ്, വൈവ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇനി സിലബസ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10 സബ്ജക്റ്റോളം നിങ്ങൾക്ക് ഇവിടെ പഠിക്കേണ്ടതായിട്ട് വരും. ഇനി GNM എന്ന് പറയുന്നത് ഒരു 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. അതിൻ്റെ കൂടെ ഒരു 6 മാസത്തെ ഇന്റേൺഷിപ്പ് കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. BSc നഴ്സിംഗിന് തിയറിയാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ GNM നഴ്സിംഗിന് പ്രാക്ടിക്കലിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഇവിടെ ഒരു 6 സബ്ജക്റ്റോളം മാത്രമേ നിങ്ങൾക്ക് സിലബസ് ആയിട്ട് പഠിക്കാനായിട്ട് വരുന്നുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് +2 ബയോളജി സയൻസ് തന്നെ വേണം എന്നുള്ളൊരു നിബന്ധനയില്ല. +2 നിങ്ങൾ ഏത് സ്ട്രീം പഠിച്ചിരുന്നാലും ആ പഠിക്കുന്ന സ്ട്രീമിൽ 50% കുറയാതെ മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാത്രമേ GNM നഴ്സിംഗിന് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. മാത്രമല്ല, ഇതൊരു ഡിപ്ലോമ കോഴ്സ് ആയതുകൊണ്ട് തന്നെ പലർക്കും കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് ഡൗട്ട് ഉണ്ടാകുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് അവരുടെ ഒരു ആശ്വാസത്തിനായിട്ട് ഒരു 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ചെയ്തതിന് ശേഷം 2 വർഷത്തെ BSc നഴ്സിംഗ് കൂടി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് BSc നഴ്സിംഗിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനും കൂടി ലഭിക്കുന്നതാണ്. എലിജിബിലിറ്റി പോലെ തന്നെ സ്കിൽസും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ റിസ്ക് ഫാക്ടേഴ്സ് വളരെ കൂടുതലാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾക്ക് ഷിഫ്റ്റ് ബേസ് ചെയ്തായിരിക്കും BSc നഴ്സിംഗിന് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ ഇതുമായിട്ട് കോപ്പപ്പ് ചെയ്ത് അല്ലെങ്കിൽ സഹകരിച്ച് പോകാൻ പറ്റാത്ത ഒരു ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ BSc നഴ്സിംഗ് നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പാഷനേറ്റ് ആണ് ഈ കോഴ്സിനോട്. അതുപോലെ നിങ്ങൾ വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. ഇനി GNM നഴ്സിംഗ് എന്ന് പറയുന്നത് ഇതുപോലെ സ്കില്ല് റിക്വയർഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. കാരണം മിഡ് വൈഫ് എന്നൊക്കെ പറയുന്ന കാറ്റഗറി നമുക്ക് ഒരുപാട് ആവശ്യം വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ മിഡ് വൈഫ്സ് എന്ന് പറയുന്ന അവരുടെ ഒരു ഡ്യൂട്ടി തന്നെ കൈൻഡ്നെസ് ബേസ് ചെയ്ത് പോകുന്ന ഒരു ജോബ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രത്തോളം കൈൻഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രമേ GNM ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി BSc നഴ്സിംഗ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ GNM നഴ്സിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. കാരണം നിങ്ങൾ ഫിനാൻഷ്യലി അത്ര സൗണ്ട് ഉള്ള ഒരാളല്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒരു കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല, ഫിനാൻഷ്യൽ മാറ്ററാണ് നിങ്ങളെ പിടിച്ച് വലിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GNM നഴ്സിംഗ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ BSc നഴ്സിംഗിന് നിങ്ങൾക്ക് ഇതേ ഓപ്പർച്യൂണിറ്റീസ് തന്നെ ലഭിക്കുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി പഠിക്കാൻ അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സായിട്ട് വരുന്നത് GNM നഴ്സിംഗ് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ ഏത് കോഴ്സ് നിങ്ങൾ പഠിച്ചിരുന്നാലും നിങ്ങൾക്ക് ജോലി സാധ്യതകൾ ഒരുപോലെ തന്നെ കിട്ടുന്നതാണ്. മാത്രമല്ല, പേയ്മെന്റ് എന്ന് പറയുന്നത്, സാലറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം മികച്ച രീതിയിൽ തന്നെ കിട്ടുന്ന കോഴ്സാണ് GNM-ഉം BSc-യും. നിങ്ങൾക്ക് ഇന്ത്യക്കകത്ത് മാത്രമല്ല പുറത്തും ഒരുപാട് ജോലി സാധ്യതകളുള്ള കോഴ്സാണ്. പിന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് സെക്ടറിൽ PSc ത്രൂവും ജോബ് വേക്കൻസീസ് അവൈലബിൾ ആണ്. ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നതാണ്. അത് ഏതൊക്കെയാണെന്നുള്ളതുകൂടി നമുക്കൊന്ന് നോക്കാം.
പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, നഴ്സിംഗ് ഹോംസ് ആൻഡ് ക്ലിനിക്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്, മെറ്റേണിറ്റി ഹോംസ്, റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്, ഓൾഡ് ഏജ് ഹോംസ്, ഹോം ഹെൽത്ത് കെയർ. ഇങ്ങനെ ഏത് സെക്ടറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് കയറാനായിട്ട് സാധിക്കുന്നതാണ്. ഒന്ന് ഡിപ്ലോമയും ഒന്ന് ഡിഗ്രിയും എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിങ്ങൾ ഒരിക്കലും നിൽക്കേണ്ട കാര്യം വരുന്നില്ല. രണ്ടും നിങ്ങൾക്ക് മികച്ച ഓപ്പർച്യൂണിറ്റീസ് തരുന്ന കോഴ്സ് തന്നെയാണ്. ഇനിയും ഒരുപാട് നഴ്സിംഗ് കോഴ്സുകൾ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും മികച്ചതാണ് BSc നഴ്സിംഗും GNM നഴ്സിംഗും എന്ന് പറയുന്നത്. ഇനി ഇത് പഠിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ക്യാമ്പസുകൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, ക്ലിനിക്കൽ എക്സ്പോഷർ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് തരുന്നുണ്ടോ, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എത്രത്തോളം ഉണ്ട്, ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയെല്ലാം ഉള്ള വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക. അപ്പോൾ BSc GNM ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ചാനലിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചാനലിൽ ജോയിൻ ചെയ്യുക. ഇനിയും എന്തെങ്കിലും അഡ്മിഷൻ റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രീ കരിയർ ഗൈഡൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്.